ഹലോ ഗൈസ്, ഇന്ന് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ മൂഡ് മാറി. ചിക്കൻ വാങ്ങി വന്നപ്പോൾ ചിക്കനും വന്നിട്ട് ഇട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ഉള്ളി കഴിഞ്ഞു, രണ്ടാമത്തെ ഉള്ളി ഇപ്പോൾ വന്നിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ മുന്നേ അതിൻ്റെ മേലത്തെ ഭാഗം ഒന്ന് എടുത്തിട്ടിട്ട് പിന്നെ ഇതാ കട്ട് ചെയ്യുകയാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം ഗൈസ്. ഇനി അര ഭാഗം കൂടെ ഉണ്ട്, അത് കട്ട് ചെയ്ത് വരിക. അതെടുത്ത് ഇനി ഒരു യെല്ലോ കളർ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാമല്ലോ. ബാക്കിയുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ തക്കാളി മാത്രമേ ഉള്ളൂ. തക്കാളി എടുത്ത് നല്ല ഇങ്ങനെ കണകടാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് അതെടുത്ത് ആ പ്ലേറ്റിൽ തന്നെ എടുത്തേക്കണം. നെക്സ്റ്റ് കട്ട് ചെയ്യാൻ പോണത് അതിൻ്റെ മുന്നേ ഉള്ളീൻ്റെ ഇലയൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ല, അതെടുത്ത് ഡസ്റ്റ്ബിനിലിട്ടിട്ട് പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഇത് രണ്ടും എടുത്ത് വെള്ളത്തിലിട്ട് വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാം മണ്ണൊക്കെ വന്നിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് അത് നീക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് പച്ചമുളകൊക്കെ കട്ട് ചെയ്തു, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി എല്ലാം എടുത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചൂടായോ അതിൻ്റെ മുന്നേ കുറച്ച് ചൂടായെന്ന് നോക്കണമല്ലോ. യെസ്, അതിൻ്റെ ഉള്ളി ഇട്ടു, പിന്നെ കരിവേപ്പില കുറച്ചത് കരിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ് അതിലെടുത്തിട്ട് സംഭവം റെഡി. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു മൂടി വെച്ച് 5 മിനിറ്റ്സ് വന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ തക്കാളി ആഡ് ചെയ്യണം. കഴിഞ്ഞിട്ടില്ലല്ലോ ഗൈസ്, തക്കാളി ആഡ് ചെയ്തു. പക്ഷേ ഒരു കാര്യം വിട്ടുപോയി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വന്നിട്ട് ഇതിൻ്റെ മുന്നേ, അതായത് തക്കാളി ഇതിൻ്റെ മുന്നേ ആഡ് ചെയ്യണം. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച മസാലസൊക്കെ ഇതിൽ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് എണ്ണ അടി പിടിക്കാതിരിക്കാൻ എണ്ണ ഇത്തിരി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് തിരിച്ച് വന്നിട്ട് വഴറ്റണം. പിന്നെ വഴറ്റി വരുമ്പോൾ അത് നല്ല ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനേൻ്റെ ഇലയും അത് കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതായി വരുമ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വെച്ച് എല്ലാം മസാലയൊക്കെ ഇട്ട് ചിക്കൻ എടുത്തിട്ട് ഇതിലിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിളയ്ക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കസ്തൂരി തീ എന്ന് പറഞ്ഞ് പോയതുണ്ടാവുമല്ലോ, അത് വന്നിട്ട് ഇല മേലെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 10 to 15 മിനിറ്റ്സ് തിളച്ച് വരുമ്പോഴത്തേക്കും കറി എന്തായാലും റെഡിയാവും. പിന്നെ മേലെ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് ഇറക്കുക. നമ്മളെ കറി റെഡിയായി. ഇതാണ് നമ്മൾ ചിക്കൻ കറി. എങ്ങനെയുണ്ട് എല്ലാവരും നോക്കിയിട്ട് പറയുക.